രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നീക്കം നിരീക്ഷിക്കുന്നുണ്ട് പോലീസ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കണം. മുങ്ങിയ പിന്നെ പൊങ്ങാൻ വലിയ പാടാണല്ലോ. അടൂർ നെല്ലിമുകളിലെ വീട് പോലീസ് ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമനുണ്ട് പത്തനംതിട്ടയിൽ അടൂരിലെ വീട്ടിന്റെ മുന്നിൽ നിന്നും. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലീസ് അടൂരിലെ വീട്ടിലെത്തി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂക്കും. ഇനി ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സധൈര്യം പുറത്തിറങ്ങി നടക്കുകയും ചെയ്യാം. പോലീസ് നിരീക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നേരത്തെ ഒരു പാഠം പോലീസിന്റെ കയ്യിലുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിലാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ നെല്ലിമുകളിലെ ഈ വീട്ടിൽ ഉണ്ട്. അതനുസരിച്ച് പോലീസ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ കാവലുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ സർവൈലൻസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇന്നലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയതിന് ശേഷം ഇവിടെ നിന്നും വാഹനത്തിൽ എറണാകുളം ലക്ഷ്യമാക്കി പോയിരുന്നു. അതും പോലീസ് നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി പിന്നീട് വാഹനത്തിൽ തന്നെ അദ്ദേഹം അടൂരിലെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. പോലീസ് കൂടെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് പോലീസ് വാഹനങ്ങൾ കാണാം. അവർ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ തന്നെയുണ്ട്. ഏതായാലും ഇന്ന് ഹൈക്കോടതിയിൽ നിർണായകമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ ഒരു വിഷയം ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ പോലീസ് സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ആദ്യ സമയം ജാമ്യം നിഷേധിച്ചപ്പോൾ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയാണെന്നൊരു പിടുത്തവും പോലീസുകാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പോലീസിന് കുറച്ച് ക്ഷീണവും ഉണ്ടാക്കിയിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീടിൻ്റെ സമീപം തന്നെ പോലീസ് തുടരുന്നത്. ഏതായാലും ഇന്ന് ഹൈക്കോടതി ആ ഒരു ഹർജി പരിഗണിക്കുന്ന ആ സമയം വരെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീട് പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു പ്രവീൺ. ഇന്ന് നമുക്ക് കാത്തിരിക്കാം. ഒരു 11 മണിയോടുകൂടി അക്കാര്യം പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടുമോ? ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടണം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും വേണം. എങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ 11 മണിക്ക് ശേഷം മുൻകൂർ ജാമ്യം തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് പൊക്കും. സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് സാധ്യത.